പ്രതികാരാഗ്നിയിൽ ചുട്ടുപൊള്ളുന്ന ഇസ്രായേലിനെയാണ് ലോകം കാണുന്നത്. ഇസ്രായേലിന്റെ എല്ലാ ആയുധങ്ങളെക്കാളും വലിയ ആയുധങ്ങളാണ് ഇറാൻ ഇനി പുറത്തെടുക്കാൻ പോകുന്നത്. അയൺ ഡോമിനെ പോലും തകർത്തെറിഞ്ഞ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും പുറത്തെടുത്ത് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളും ഉപരോധം കൊണ്ടും ഇപ്പോൾ നേരിട്ടും ഇറാന്റെ മുന്നിൽ പത്തി വിടർത്തിയാടുന്ന കാളകൂട വിഷസർപ്പങ്ങളായ അമേരിക്കയെയും ഇസ്രായേലിനെയും തീർത്തുകൊണ്ട് മാത്രമേ ഇനി ആയുധം തിരികെ വെക്കുകയുള്ളൂ എന്ന് ഇറാൻ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ലോകത്തെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളോടുകൂടിയാണ് ഇറാൻ ഈ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞ നെതന്യാഹു രാജ്യത്തെ ഇറാന്റെ കാൽക്കൽ വെച്ച് നാട് കടന്നിരിക്കുകയാണ്. നിങ്ങൾ തുടങ്ങിവെച്ച യുദ്ധം അതിന്റെ എല്ലാ തീവ്രതയോടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ മിസൈലിൽ ഇസ്രായേൽ തീഗോളമായി മാറിയപ്പോൾ പേടിച്ചോടിയ നെതന്യാഹുവാണ് ജൂതരാഷ്ട്രത്തിന്റെ തലവനെന്നത് എത്രത്തോളം ലജ്ജാവഹമാണ് അല്ലേ? ഇറാന്റെ പ്രതികാരാഗ്നിയിൽ അഗ്നിഗോളമായി മാറിയ ജൂതരാഷ്ട്രത്തിൽ ഇനി ബാക്കിയാകുന്നത് എന്തായിരിക്കും? എന്തിനായിരിക്കും പെട്ടെന്ന് ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഹമാസും ഹിസ്ബുള്ളയും കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ദുർബലമാക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളായിരുന്നു ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതൊക്കെ. എന്നാൽ യുഎസുമായുള്ള അവസാനഘട്ട ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെ ഇസ്രായേൽ പൊടുന്നനെ ആക്രമണം നടത്തിയതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. കരാറുകളല്ല, ശത്രുക്കളെ നിർവീര്യമാക്കുകയാണ് ലക്ഷ്യം. ഗാസയെ ചുട്ടെരിച്ചും 1,00,000 ഫലസ്തീൻ വംശജരെ കൊന്നിട്ടും ഇസ്രായേലിന്റെ കലി അടങ്ങിയിട്ടില്ല. അവർ പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹമാസിനെ തുടച്ചു നീക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു നടത്തിയത് വംശഹത്യയാണെന്ന് ലോകമാകെ തിരിച്ചറിഞ്ഞതുമാണ്. ഹമാസ് 2023 ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണം അവരുടെ പ്രതിരോധ നിലപാടുകളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു. അതിർത്തിക്കപ്പുറം എല്ലാം ശാന്തമാണെന്ന ധാരണയിൽ മുന്നോട്ടു പോകാതെ ശത്രുക്കളെ മുളയിലെ നുള്ളുക എന്ന നയത്തിലൂടെയാണ് ഇസ്രായേൽ പിന്നെ മുന്നോട്ടു പോയത്. എന്നാൽ ഇങ്ങനെ ലോകത്തെ ധരിപ്പിച്ച് പ്രതിരോധം എന്ന പേര് നൽകി ഗാസയെ ചുട്ടെരിച്ചു. അതിനിടയിൽ അമേരിക്ക പ്രകടിപ്പിച്ച ഗാസ മോഹത്തിന് വലിയ പിന്തുണയും പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ മോഹത്തിനെതിരെ അറബ് ലോകം ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രായേൽ പിന്നെയും ഹമാസ് എന്ന കാടിളക്കി കളി തുടങ്ങി. പിന്നെ കണ്ടത് ഗാസയിൽ ഇസ്രായേൽ അരങ്ങേറിയ സംഹാര താണ്ഡവമായിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങളും പണവും നൽകി ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ ഇറാൻ പ്രേരിപ്പിക്കുന്നു എന്നതും ഗാസയ്ക്കെതിരെ ശക്തമായി ഇറാൻ നിലപാടെടുക്കുന്നു എന്നതുമാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ച ഘടകങ്ങൾ. ഇറാന്റെ വളർച്ച മന്ദഗതിയിലാക്കാൻ പഠിച്ച പണി 18 ചെയ്യാൻ അമേരിക്കയും ഉറ്റചങ്ങാതി ഇസ്രായേലും ഒരു മടിയും കാണിച്ചിട്ടില്ല. റഷ്യയും ഉത്തര കൊറിയയും പിന്തുണയുമായി ഇറാനൊപ്പം നിന്നതോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ദിവാസ്വപ്നങ്ങൾ പൊഴിഞ്ഞുപോയി. ഇറാനെ തൊട്ടാൽ കൈവെട്ടുമെന്ന റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ അമേരിക്കയ്ക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാകുമെന്ന കാര്യം ഇസ്രായേലിനും നന്നായിട്ട് അറിയാം. ഈ ആണവായുധം ഭീകരരുടെ കൈവശമെത്തിയാൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് ഇസ്രായേലി ഭരണകൂടം വല്ലാതെ ഭയന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആണവ നിരായുധീകരണ കരാറിൽ ഏർപ്പെടാൻ US അന്ത്യശാസനം നൽകിയ ദിനം തന്നെ ആക്രമണത്തിലായി അവർ തിരഞ്ഞെടുത്തത്. സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ആക്രമണങ്ങളിലേതിനേക്കാൾ കൂടുതൽ നാശനഷ്ടമാണ് ഇറാൻ ഇവിടെ നേരിടേണ്ടി വന്നത്. എന്നാൽ ചെറിയ നഷ്ടങ്ങളെ ഗൗനിക്കാതെ പുതിയ ത്തിലാണ് രാജ്യം ഇപ്പോൾ. ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം 2 തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ഈ 2 തവണയും ഇറാനിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് നെതന്യാഹു പ്രസംഗം തുടങ്ങുന്നത്. ഇറാനിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭകരെ ആകർഷിക്കുന്നതിനും ഇറാൻ നേതൃത്വത്തിനെതിരെ തിരിക്കുന്നതിനുമാണ് ബോധപൂർവമായി ഈ നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഇറാൻ ഭരണകൂടം രാജ്യത്തിനകത്ത് നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. അത് മുതലാക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം പോലും. യുദ്ധത്തിൽ ഇനി എന്ത് എന്നാണ് അടുത്ത ചോദ്യം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയും അതുപോലെ ഇസ്രായേലും. യമനിലെ ഹൂതി വിമതരും ചെങ്കടലിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പണി തുടങ്ങിയിട്ടുമുണ്ട്. ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ ആഗ്രഹിച്ചത് സംഭവിച്ചു. ഇനി പരമാവധി ഇറാനെ പൊള്ളലേൽപ്പിക്കുക എന്നതാകും നെതന്യാഹുവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. അതിലൂടെ പശ്ചിമേഷ്യ വീണ്ടും കത്തിക്കുക, പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇറാൻ കൂടി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അറിയായിട്ടല്ല. എന്നിട്ടും അവർ അതിന് മുതിർന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ലോക പോലീസ് ചമഞ്ഞ് നടന്ന അമേരിക്കയാണ് ഉക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ച് നീക്കവും നടത്തിയത്. ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും നീക്കമാണ് 3 വർഷമായിട്ടും തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വഴിമരുന്നിട്ടത്. റഷ്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് തന്നെ നാറ്റോ സഖ്യകക്ഷികളോടാണ്. കാരണം അവർ നൽകുന്ന ആയുധങ്ങളും ടെക്നോളജിയുമാണ് ഉക്രൈൻ സേന ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൂടാതെ നാറ്റോ രാജ്യങ്ങളിലെ കൂലി പട്ടാളവും യുദ്ധമുഖത്ത് തന്നെയുണ്ട്.
ഉക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ മുൻനിർത്തി ഇറാനെതിരെ കളിക്കുന്നതും ഇവിടെ അമേരിക്ക എന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് സ്വന്തം എംബസികളിൽ നിന്നുൾപ്പെടെ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചിരുന്നത്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ആദ്യം നന്ദി പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ്. മാത്രവുമല്ല, തിരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. ട്രംപ് അത്രത്തോളം നിഷ്കളങ്കനല്ല. ഈ യുദ്ധം ട്രംപിന്റെ പദ്ധതിയാണ്. ഇതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് 100 കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അണിയറയിൽ തയ്യാറാകുന്ന വൻ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ വേറൊരു കാര്യം. ഇതോടെ ഇസ്രായേൽ ഭരണകൂടം മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്കും ബങ്കറിൽ ഒളിക്കേണ്ട സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. പ്രതികാരത്തിനായി ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എംബസികൾ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വാണിജ്യ കപ്പലുകൾ എന്നിവ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെടുമെന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. സൈനിക മേധാവിമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളും ആശങ്കയിലാണ്. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ 15 ആണവായുധങ്ങൾ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞതായിട്ടാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പതിറ്റാണ്ടുകളായി തന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിച്ചു വരികയാണ്. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് മേഖലയിൽ കുറഞ്ഞത് 19 സ്ഥലങ്ങളിലായി സ്ഥിരവും താൽക്കാലികവുമായ സൈനിക സൈറ്റുകളുടെ വിശാലമായ ശൃംഖല തന്നെ അമേരിക്കയ്ക്കുണ്ട്. ഇതിൽ 8 ബഹ്റിൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന് വളരെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്ന താവളങ്ങൾ കൂടിയാണ് ഇതെന്ന് ഓർക്കണം. 1958 ജൂലൈയിൽ ലെബനൻ പ്രതിസന്ധിയുടെ സമയത്ത് ബെയ്റൂട്ടിലേക്ക് സൈനികരെ അയച്ചപ്പോഴാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ആദ്യമായി സൈനികരെ വിന്യസിച്ചത്. ഇതോടെ ലെബനനിൽ ഏകദേശം 15,000 നാവിക ആർമി സൈനികർ അവർക്കുണ്ടായിരുന്നു. 2025 മധ്യത്തോടെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 40,000 മുതൽ 50,000 വരെ അമേരിക്കൻ സൈനികരുണ്ട് എന്നതാണ് കണക്കുകൾ. ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരുള്ള രാജ്യങ്ങളിൽ ഖത്തർ, ബഹ്റിൻ, കുവൈത്ത്, UAE, സൗദി അറേബ്യ എന്നിവയാണ് ഉൾപ്പെടുന്നതും. വ്യോമ നാവിക പ്രവർത്തനങ്ങൾ, പ്രാദേശിക ലോജിസ്റ്റിക്, രഹസ്യാന്വേഷണ ശേഖരണം, സേനാ പ്രൊജക്ഷൻ എന്നിവയ്ക്ക് നിർണായക കേന്ദ്രങ്ങളായും ഈ വ്യോമതാവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്ക തുടങ്ങിവെച്ച അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തുടങ്ങിവെച്ച പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടിയിൽ ലോകം വിറയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.